പരിപാലിക്കുന്ന ജഗതിയന്തവായ റബ്ബുൽ ഇസ്സത്തിനെയാ നിങ്ങൾ പ്രേമിക്കേണ്ടത്. ആ റബ്ബുൽ ഇസ്സത്തിനെയാ നിങ്ങൾ സ്നേഹിക്കേണ്ടത്. ആ പ്രേമത്തിന് അർത്ഥമുള്ളത്, ആ സ്നേഹത്തിന് കാതലുള്ളത്, ആ പ്രേമത്തിന്റെ അർത്ഥത്തിന്റെ പരിഹാരമായി കൊണ്ട് നാളെ പാരത്രികമായ ലോകത്ത് നിങ്ങളെ കാത്തിരിക്കുന്നത് വിശാലമായ അനുഗ്രഹങ്ങളുടെ കലവറയാണ്. അതുകൊണ്ട് ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ദുകുറുല്ലാഹ്, സത്യവിശ്വാസികളെ അല്ലാഹുവിനെ ധാരാളം നിങ്ങൾ ദിക്ർ ചൊല്ലണം. അറിയുന്നത് പോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ മാത്രമാണ് നിങ്ങൾക്കറിയുന്നതെങ്കിൽ അത് മാത്രം ധാരാളം ചൊല്ലണം. വസബ്ബിഹൂഹു ബുക്റതൻ വഅസ്വീലാ, പ്രഭാതത്തിലും പ്രദോഷത്തിലും ധാരാളം തസ്ബീഹുകൾ ചൊല്ലണം. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇങ്ങനെ അല്ലാഹുവിനെ ധാരാളം ദിക്ർ ചൊല്ലിയാൽ, ധാരാളം തസ്ബീഹുകൾ ചൊല്ലിയാൽ എങ്ങനെയുള്ള റബ്ബാണ്? ഹുവല്ലദീ യുസല്ലി അലൈക്കും വമലായികതുഹു ലിയുഖ്രിജകും മിനൽ ളുലുമാതി ഇലന്നൂർ. യുസല്ലി അലൈക്കും, അളവില്ലാതെ കണക്കില്ലാതെ പേമാരിയുടെ മഴത്തുള്ളികളേക്കാൾ സമൃദ്ധമായ രൂപത്തിൽ ദൈനംദിനം നിങ്ങളുടെ മേലിൽ അല്ലാഹ് ഗുണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വമലായികതുഹു, അല്ലാഹുവിന്റെ ലക്ഷോപലക്ഷം വരുന്ന കോടാനുകോടി വരുന്ന മാലാഖമാർ എന്തിനാ ഇതെല്ലാം ചെയ്യുന്നത്, ചൊല്ലുന്നതെന്നറിയോ? ലിയുഖ്രിജകും മിനൽ ളുലുമാത് ഇലന്നൂർ. കൂരിരുട്ടിൽ നിന്ന് ലൈറ്റ് അറേഞ്ച്മെന്റ് ഉള്ള വിശാലമായ നല്ല പ്രശോഭിച്ച് നിൽക്കുന്ന വെളിച്ചത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനാണ്. അതുകൊണ്ടാണ് തഅവാ ഉസ്താദ് പറഞ്ഞത്, ഓർക്കെന്നെ നിങ്ങൾ ഓർക്കുമെന്നാൽ ഞാനും എന്നല്ലയോ സുഹൃത്തുക്കളെ ഖുർആനും. ഓർക്കെന്നെ നിങ്ങൾ ഓർക്കുമെന്നാൽ ഞാനും എന്നല്ലയോ സുഹൃത്തുക്കളെ ഖുർആനും. നീ അവനെ ഓർത്താൽ സോദരാ ഖലവാത്തിൽ അവൻ നിന്നെയും ഓർക്കുന്നതാ ഫലവാത്തിൽ. ഭൂമിക്ക് മേൽ നിന്നോർത്ത് നീ ഇന്നവനെയും, അതിനടിയിലായാൽ പിന്നെ അവനും നിന്നെയും. ഭൂമിയുടെ മേലിൽ നിന്ന് എന്നെ പടച്ചു പരിപാലിക്കുന്ന ജല്ല ജലാലായ റബ്ബാണ്. ആ റബ്ബിനെ മനസ്സറിഞ്ഞുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഹൃദയാന്തരങ്ങളിൽ നിന്ന് നാം ചൊല്ലുമ്പോൾ അതിനടിയിലായാൽ പിന്നെ അവനും നിന്നെയും. ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും മരിക്കേണ്ടവരാണ്. ഇന്ന് നമ്മളിൽ നിന്ന് യാത്ര പറഞ്ഞ നമ്മുടെ ഇബ്രാഹിം ഹാജി, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിലുള്ള കാരണവരാണ്. ഒരുപാട് വർഷം ജീവിക്കാൻ ഭാഗ്യം ലഭിച്ചവരാണ്. തലയിൽ വെച്ചാൽ പേനരിക്കും, തറയിൽ വെച്ചാൽ ഉറമ്പരിക്കും. അത്രമേത്രം ശ്രദ്ധയോടുകൂടെയാണ് ആ പ്രിയപ്പെട്ട ഉപ്പയെ മക്കൾ വളർത്തിയത്. ശ്രദ്ധിച്ച് തടവി തലോടിക്കൊണ്ട് ജീവിതത്തെ കൊണ്ട് നടന്നത്. നാം ഒക്കെ നമ്മുടെ മാതാപിതാക്കളെയും അങ്ങനെയാണല്ലോ. പക്ഷേ ഇത്രയും സുന്ദരമായി എത്ര വലിയ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, വേദനകളൊക്കെ വരുമ്പോ മക്കളെ എന്ന് വിളിച്ചാൽ ഓടി വന്ന പ്രിയപ്പെട്ട പൊന്നുപ്പയുടെയും പ്രിയപ്പെട്ട പൊന്നുമ്മയുടെയും ഒക്കെ പ്രയാസങ്ങൾക്ക്
പരിഹാരം കാണുന്ന പ്രിയപ്പെട്ട പൊന്നുമക്കള്, വാപ്പ ഇന്ന് 6 അടി മണ്ണിൽ ചെന്ന് കിടന്നപ്പോ ഇന്നലെ വരെ ആ പ്രിയപ്പെട്ട പൊന്നുപ്പ കുടുംബത്തോടുകൂടെ ഉണ്ടായിരുന്നു. ഇന്ന് 6 അടി മണ്ണിലാ ഉപ്പ കിടക്കുന്നത്. ആ ഉപ്പ കിടന്നപ്പോ ജീവിതത്തിൽ ദുനിയാവിന്റെ മുകളിൽ എത്ര വലിയ ശുശ്രൂഷകൾ നടത്തിയാലും, എത്ര വലിയ സ്വാതന്ത്ര്യങ്ങൾ നടത്തിയാലും, എത്രമേൽ ആശ്വാസം കൊടുത്താലും 6 അടി മണ്ണിലൊന്ന് ചെന്ന് കിടന്നപ്പോ എന്റെ പ്രിയപ്പെട്ട പൊന്നുപ്പയാണെന്ന് മനസ്സിലാക്കിയിട്ട് 1 സെക്കൻഡ് പോലും കിടക്കാൻ ഏതെങ്കിലും ഒരു മകൻ ഇന്ന് തയ്യാറായിട്ടുണ്ടോ? ലോകത്ത് എത്ര മരണങ്ങളാ നടന്നത്. ലോകത്തിന്റെ ഉൽപ്പത്തി മുതൽ ഇന്നോളം ഓരോ മരണങ്ങളും എടുത്തു നോക്കിയാലും ഇന്നേവരൊരു വാപ്പ മരിച്ചിട്ട്, ഒരു ഉമ്മ മരിച്ചിട്ട്, പ്രിയപ്പെട്ട പൊന്നുമക്കള് മരിച്ചിട്ട് 6 അടി മണ്ണിൽ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനോടുകൂടെ, എന്റെ പ്രിയപ്പെട്ട പൊന്നുപ്പയോടുകൂടെ, എന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മയോടുകൂടെ, എന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയോടുകൂടെ 1 സെക്കൻഡെങ്കിലും ഞാനൊന്ന് പോയി കിടക്കട്ടെ എന്ന് ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ഈ ദിക്റിന്റെ വിലയും നിലയും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത്. പരിശുദ്ധമായ ഖുർആനും അത് തന്നെയാ പറഞ്ഞത്. അതുകൊണ്ടാണ് താഴ്വ ഉസ്താദ് പറഞ്ഞത്, ഭൂമിക്ക് മേൽ നിന്നോർത്ത് നീ അവനെയും അതിനടിയിലായാൽ പിന്നെ അവനും നിന്നെയും മറക്കുന്നതാ നിന്റെ ഔലാദൊക്കെയും